പ്രിയപ്പെട്ട അയ്യൂബ് സഖാഫിയുടെ ഖബറിൽ മിൻഹാ ഖലഖനാകും എന്ന് പറഞ്ഞ് മണ്ണിട്ടപ്പോൾ ആ കയ്യിൻ്റെ പിട മാറുന്നതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞപ്പോൾ നാവിനും കൽബിലുള്ള ആ വിഷമം തീരുന്നതിൻ്റെ മുമ്പ് നാം ഒരിക്കൽ കൂടി അയ്യൂബ് സഖാഫിയുടെ പേരിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, വലിയ കുടുംബത്തിൽപ്പെട്ട ഒരംഗമല്ല, വലിയ സമ്പത്തുള്ള ജോലിയോ അത്തരം കുടുംബത്തിലോ ഉള്ള വ്യക്തിയല്ല, ഭൗതികമായ ഏതെങ്കിലും ഒരു സ്ഥാനമാനം വഹിക്കുന്ന വ്യക്തിയല്ല. എന്നിട്ടും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ വൻ ജനാവലിയാണ് വീട്ടിലും പള്ളിപ്പറമ്പിലും 2 നിലയുള്ള പള്ളിയും നിറഞ്ഞു കവിഞ്ഞു ഒഴുകിയത്. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുക, അതിൻ്റെ ഉത്തരം കണ്ടെത്തലായിരിക്കും. റബ്ബിൻ്റെ പ്രീതിയിൽ, റബ്ബിൻ്റെ മാർഗത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഞ്ചരിച്ചു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരം ചേർന്ന് SBSലും SSFലും SYSലും പ്രവർത്തിച്ചപ്പോൾ ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറം വ്യത്യസ്തരായ സയ്യിദന്മാർ, ആലിമീങ്ങൾ വാർത്ത അറിഞ്ഞ ഉടനെ നാടിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരം ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ ഒക്കെ വലിയ പ്രതിഫലം ആ ഖബറിലേക്ക് എത്തിച്ചു നൽകുമാറാവട്ടെ. ഒരിക്കൽ ദമസ്കസിലെ ഒരു വലിയ ഖബർസ്ഥാനി, അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ സന്ദർശിച്ചപ്പോൾ ആ ഖബർസ്ഥാനിയിലെ മീസാൻ കല്ലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള ആശ വാഹിദ് സന വാഹിദ്. മറ്റൊരു ഖബറിൽ എഴുതി വെച്ചിട്ടുണ്ട് സുലൈമാൻ ബിൻ അബ്ദുള്ള 1 വർഷം 2 വർഷം. ഇങ്ങനെ പല ഖബറുകളിലും വർഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജീവിച്ച വർഷം. ആ സമയത്ത് ആ പണ്ഡിതൻ ചോദിച്ചത്രേ, ഇവിടെ ശൈശവ മരണങ്ങൾ കൂടുതലുണ്ടോ? ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങളിൽ പലരും 1 വർഷം 2 വർഷമൊക്കെയാണല്ലോ ജീവിച്ചിട്ടുള്ളത്. ആ സമയത്ത് ആ പള്ളിയിലെ മുഅദ്ദിന് മഹാപണ്ഡിതനോട് പറഞ്ഞു കൊടുത്ത എത്ര, ഇവിടെ ഒരാളുടെ ആയുസ് കണക്കാക്കൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കണ്ട് ജീവിച്ചു അത് നോക്കിയിട്ടാണ് ആയുസ് കണക്കാക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അയ്യൂബ് സഖാഫിയുടെ ആയുസിന് അപ്പുറമായിരിക്കും ആ ഖബറിൽ എഴുതി വെക്കേണ്ടത്. ആ കയ്യിലുള്ള പേന, ആ കയ്യിലുള്ള ബ്രഷ്, അത് സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. രാവും പകലും വിശുദ്ധ ദീനിനു വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ കഴിവ് തന്നെ അയ്യൂബ് സഖാഫി മറ്റൊരു മേഖലയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ 10,000 സമ്പാദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതില്ല. തൻ്റെ കഴിവ്, അള്ളാഹു നൽകിയ കഴിവ്, കയ്യിലൊരു പേനയുണ്ടെങ്കിൽ, കയ്യിലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ ദീനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ അള്ളാഹു നൽകുമാറാവട്ടെ. ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, സത്യമായിട്ടും ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഷഹാദത്തിനെ ചോദിച്ചാൽ ഷഹീദിന്റെ സ്ഥാനം അള്ളാഹു നൽകും. അയ്യൂബ് സഖാഫിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പണ്ഡിതനുമായി ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചതും പോസ്റ്റ്മോർട്ടമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യൂബാണ് ആള്. മരിക്കുന്നതിൻ്റെ മുമ്പ് സുഹൃത്തിനോട്, എൻ്റെ ഈ ചെറുപ്പക്കാരനായ വ്യക്തി എൻ്റെ കഫംപുട ഷെറഫ് മുബാറക്കിൻ്റെ തിരുവെള്ളം ഒഴിച്ചതാവണേ എന്നൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിദ്ദിഖ് മനസ്സറിഞ്ഞ് പടച്ചോനെ എന്നെ ശുഹദാക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ദ്വാരന്നിട്ടുണ്ടാവും. ആ ദ്വായുടെ ഒരു സാക്ഷ്യം വഹിക്കലായിരിക്കും ആ മരണവും ശേഷം നടന്നതും. നബി പഠിപ്പിച്ചിട്ടുണ്ട്, വിരിപ്പിൽ കിടന്നു മരിച്ചാലും വേണ്ടിയില്ല, അള്ളാഹു ഷഹാദത്ത് ഉദ്ദേശിച്ചാൽ സിദ്ദായിട്ട് അള്ളാഹിനോട് ചോദിച്ചത് അള്ളാഹു കബൂലാക്കി. അതിനുള്ളൊരു നിമിത്തമായിട്ടേ നമ്മളിപ്പോൾ ആ മരണത്തെയും ശേഷം നടന്നതിനൊക്കെ കാണേണ്ടതുള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷഹീദിൻ്റെ കൂലി നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് കൂടെ നടന്നവർ, കൂടെ പ്രവർത്തിച്ചവർ എല്ലാവർക്കും പറയാനുള്ളത് വല്ലാത്ത കാര്യങ്ങളാണ്. ആർക്കും വെറുപ്പിൻ്റേത് പറയാനില്ല. എല്ലാവർക്കും കൂടെ നടന്ന സമയത്തൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ വളരെ
ചെറുപ്പം മുതലേ SBS കൂട്ടുകാരനാണ്, വളരെ ചെറുപ്പം മുതലേ SSF പ്രവർത്തകനാണ്, വലുതായ സമയത്ത് SYS കൂട്ടുകാരനാണ്, പ്രവർത്തകനാണ്. നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ എമ്പാടും അയ്യൂബ് സഖാഫി ശേഖരിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉഖ്റവിയായ ദറജ ഏറ്റി നൽകുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാവട്ടെ. മുതല്ലിമായ മക്കളുണ്ട്, മയ്യത്ത് ഇങ്ങോട്ട് എടുത്തു, മുറ്റത്തേക്ക് വെച്ചു. എല്ലാവരും മയ്യത്ത് കാണാൻ നിന്ന ആ സമയത്ത് ആ പൊന്നുമോൻ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. ജുബ്ബൊക്കെ എൻ്റെത് നനഞ്ഞ്. ഞാൻ പലതും പറഞ്ഞു സമാധാനം. പക്ഷേ മുത്തല്ലിമായ മോനായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, പലതും പറഞ്ഞു. അവസാനം പറഞ്ഞു, ഉപ്പാക്ക് നല്ല രൂപത്തിൽ ഇറങ്ങണ്ടേ, ഞങ്ങളുണ്ടാവും കൂടെ. നീ കരഞ്ഞ ഉപ്പാക്ക് സന്തോഷത്തിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ മഴയത്ത് വെയിൽ വന്ന പോലെ, വെയിലത്ത് മഴ വന്ന പോലെ ആ പൊന്നുമോൻ എൻ്റെ നെഞ്ഞത്തേക്ക് കിടന്നു. അവരെ നമ്മൾ ഏറ്റെടുത്തതാണ്, പ്രസ്ഥാനം ഏറ്റെടുത്തതാണ്. മഹാനായ സുൽത്താനുലമ മർക്കസിൻ്റെ മുദീറിനെ പറഞ്ഞയച്ച മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്ക് വീട് വേണം, പല പദ്ധതികളുമുണ്ട്. അള്ളാഹു അതൊക്കെ വിജയിപ്പിച്ച് നൽകുമാറാവട്ടെ. ആ മക്കളെ ദീനിനും ദുനിയാവിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. ആ ഭാര്യയ്ക്ക് ഉമ്മാക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകുമാറാവട്ടെ.